പശ്ചാത്തല മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും ഊന്നൽ നൽകി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണനാണ് 1 കോടി രൂപയോളം മിച്ചം വരുന്ന വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ജനങ്ങളുടെ മുഖ്യ ജീവനോപാധി കൃഷിയാണ്. പ്രധാനമായും റബ്ബറും, നെല്ല്, വാഴ, കവുങ്ങ്, തെങ്ങ്, കപ്പ, ചേന, പച്ചക്കറി എന്നിവയും കൃഷി ചെയ്യുന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ തൊഴിലാളികളുടെ ലഭ്യതാക്കുറവിനെ തുടർന്ന് ഉയർന്ന കൂലിച്ചെലവും തുടർന്ന് നെൽകൃഷി ലാഭകരമല്ലാതമായി വരുന്ന ഈ കാലഘട്ടത്തിൽ നെൽ കർഷകരെ സഹായിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നെൽ കർഷകർക്ക് ഒരു കൈത്താങ്ങ് എന്ന നിലയിൽ നടപ്പാക്കി വരുന്ന ബൈലോല പദ്ധതി നടപ്പിലാക്കുന്നു. അതുപോലെ കരിനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ വീടുകളിലും സ്കൂളിലും അംഗനവാടികളിലും പൊതുസ്ഥാപനങ്ങളും ജൈവ പച്ചക്കറി ലഭ്യമാക്കുന്നതിന് ഗോബാഗുകളും കിഴങ്ങുവിത്തുകളും സുഗന്ധവിള, മഞ്ഞൾ, ഇഞ്ചി, പച്ചക്കറി തൈകളും വിതരണം ചെയ്യുന്നതിനും ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. ക്ഷീര കർഷകർക്ക് പാല് സബ്സിഡിക്കായി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് വിഹിതം ഉൾപ്പെടെ 12,25,000 രൂപ സാമ്പത്തിക വർഷം നൽകാൻ ഉദ്ദേശിക്കുന്നു. മൃഗസംരക്ഷണം ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷീര കർഷകർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലിട്ട് സോപ്പ് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് എന്നിവ നിർമ്മിച്ച് നൽകിയത് ഏറെ പ്രയോജനകരമായി കരുതുന്നതിനാൽ ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തൽ, ആട് വിതരണ പദ്ധതിയും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. 3,75,000 രൂപ വരുന്ന സാമ്പത്തിക വർഷം നൽകാൻ ഉദ്ദേശിക്കുന്നു. പശ്ചാത്തല മേഖലയ്ക്ക് 8 കോടി രൂപയും ഭവന നിർമ്മാണത്തിന് 5 കോടി രൂപയും ബഡ്ജറ്റിൽ നീക്കിവെച്ചു. കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായി 86 ലക്ഷം രൂപയും മൃഗസംരക്ഷണത്തിനായി 50 ലക്ഷം രൂപയും സാമൂഹ്യ ക്ഷേമത്തിനായി 1,20 ലക്ഷം രൂപയും മാലിന്യ സംസ്കരണത്തിനായി 31 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മൈമൂന സാദിഖ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സൈതലവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് തെങ്ങിൻതോട്ടം, പി അശോകൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ശിവശങ്കരൻ, സി പി സാദിഖ്, വിജയൻ മലയിൽ, കെ അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു.